അപ്പൊ നീലൊന്ന് വീക്കെൻഡ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വെക്കാണ്. നീല നമ്മളെ എവിടേക്കാ പോണ്? അമ്മേനെ ഡോക്ടർ അടുത്ത് നീല എവിടെ പോണ്? എന്ത് ഭാഷയാണത്? അമ്മേന്റെ ഡോക്ടറെ അടുത്ത് സൂചി വെക്കാൻ പോവല്ലേ? ആണോ? സൂചി വെക്ക. വായലെന്താ നിന്റെ? പഴംപൊരിയാണോ വായല്? നിന്റെ പഴംപൊരി ഇഷ്ടാണോ? നിന്റെ മുടി വെട്ടാറായിട്ടുണ്ടല്ലോ നിന്റെ. മുടി വെട്ടാൻ പോണാ നമുക്ക്? ഓക്കെ വേണ്ട. അയ്യോ ഹലോ ഗൈസ്, ഹായ്. അപ്പൊ ഇന്ന് ഇപ്പൊ വീക്കെൻഡ് ആയിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാല് എന്റെ പല്ലിന്റെ ബ്രേസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ റീറ്റെയിനർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധനം ഇന്നാണ് വന്നത്. അപ്പൊ ഡയറക്റ്റ്ലി നമ്മൾ അതൊന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയി റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഓൾറെഡി ഇന്ന് തേഴ്സ്ഡേ ആണല്ലോ, എന്തായാലും എവിടെയെങ്കിലും ഒക്കെ പോകും. അപ്പൊ ഇന്ന് ഏതായാലും അങ്ങനെ പോയി. പോകുന്ന വഴിയിൽ നല്ല ടയർഡായിരുന്നു, വേറെ ഒന്നും കഴിച്ചില്ല. വന്നപാടും ഇത് റീറ്റെയിനർ കളക്ട് ചെയ്യാൻ പോകാനുള്ള തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഇവിടെ നമ്മുടെ സഗയിലുള്ള ബുവാലി റെസ്റ്റോറന്റിന്റെ ബൂ കഫേ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ടീയും സ്നാക്സും ഐറ്റംസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് നീലുവിന് പഴംപൊരിയും ഞങ്ങൾക്ക് 2 ഷവർമയും പിന്നെ സാഫ്രോൺ ടീ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോവാൻ. നീലുവിന് എന്താ പറയാനുള്ളത്? നീലുവിന് പറയാനുള്ളത് പറ. നീലു ഗൈസിനോട് പറ. ഇല്ല, നീലു ബിസിയാണ് ഗൈസ്. അപ്പൊ ഓക്കെ, അപ്പൊ നീലു ബിസിയാണ്. നമ്മൾ ഫുഡ് കഴിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. ഏതടാ അത്? ഫ്ലാഷ് ലൈറ്റ് എന്താണ്? അയ്യോ എന്നൊക്കെയല്ലേ ഇത് വെച്ച് കഴിഞ്ഞാലേ കോപ്പിറൈറ്റ് ആവണേലോ. അങ്ങനെ നമ്മള് പാർക്കിലേക്ക് ഒരു കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൈസ് വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. എന്താണെന്നറിയോ, നമ്മൾ നേരത്തെ വീട്ടിൽ പോകുന്നത് ഭയങ്കര ചൂടാണ്, പുറത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. സോ അധികം ഇവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല അവരെങ്ങനെയാണ് ഈ ചൂടത്ത് ഇങ്ങനെ ഇത്രയും കണ്ടിന്യൂസ് ടൈം ഇരിക്കുന്നതെന്ന്. മേ ബി അവർ ചൂട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ പാർക്കിലത്തെ കളിയൊക്കെ മതിയാക്കി തിരിച്ചു പോവാണ്. ഇതൊക്കെ ഇതിന് ചുറ്റുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, ഈ കുഞ്ഞൊരു പാർക്കിൻ്റെ. ഇവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സലൂൺസ് ഉണ്ട്, കിഡ്സ് പ്ലേ സെൻറ്റേഴ്സ് ഉണ്ട്, ബേക്കറീസ് ഉണ്ട്. അങ്ങനെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ജംഗ്ഷൻ, നമ്മൾ നാട്ടിൽ ജംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഗൈസ് ഇത്. കുറേ നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നീലുവും സുജിയേട്ടനും വന്നിട്ടില്ല. ഞാൻ മാത്രം ഇങ്ങനെ മുന്നിൽ കയറി നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നീലു എനിക്ക് തോന്നുന്നു അവൻ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. സോ നീലു ഇതുവരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഗായ്സ്. സുജിയേട്ടൻ എന്താ നീലുവിനെ പിടിച്ചെടുത്തോണ്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നീലുവിന് അവിടുന്ന് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഓടിപ്പോയി. അപ്പോൾ സുജിയേട്ടൻ പിന്നാലെ പോയിട്ട് ഇതാ പിടിച്ചോണ്ട് കൊണ്ടുവരുന്നുണ്ട്. നീലു ഇനി നാളെ വരാം കേട്ടോ, നാളെ വരാം. ഓക്കെ, നാളെ വരാം. ഓക്കെ, ഓക്കെ ആണോ? ചൂടില്ലേ നീലുവിന്? ചൂടുണ്ടോ? ഇനി ചൂടുണ്ടോ?